കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രചാരണ ജാഥയാണ്. ശ്രീ കേസ്, തുടക്കമാണ്. എത്രമാത്രം വിജയ പ്രതീക്ഷയുണ്ട്? 101% വിജയ പ്രതീക്ഷയുണ്ട്. അത് പ്രതീക്ഷയില്ലെങ്കിൽ മത്സരിക്കാൻ നിൽക്കൂ. ഇവിടുത്തെ കണ്ണൂർ നിയോജക മണ്ഡലത്തെ അറിയാത്ത ഒരാളല്ലല്ലോ ഞാൻ. ഇതിപ്പോ നാലാം അംഗമാണ് താങ്കളുടെ. അപ്പോ ഇത്തവണ ഒരു വെല്ലുവിളി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എന്ത് വെല്ലുവിളി? എന്താ വാട്ട് ഈസ് ദ റീസൺ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് പുതിയത്? എന്താ എനിക്ക് വെല്ലുവിളി എന്ന് പറയാനുള്ള കാരണം? എന്താ വെല്ലുവിളിയുള്ളത്? നിങ്ങൾ പറയും. വെല്ലുവിളി ഉണ്ടെന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ വെല്ലുവിളി എന്താണ് പറയും. എനിക്കൊരു വെല്ലുവിളിയുമില്ല. എനിക്കിത് സ്മൂത്ത് വേ ആണ്. എനിക്ക് ഞാൻ കണ്ണൂരിലുള്ളതെന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. കണ്ണൂർ അസംബ്ലിയിലാണ് ഞാനുള്ളത്. കണ്ണൂർ ജില്ലാ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് എത്രയോ വർഷങ്ങളായി എല്ലാ ആളുകളുടെയും പ്രതിപുരുഷനായി വർക്ക് ചെയ്ത് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പണിയെടുത്ത എനിക്ക് കണ്ണൂരിൽ എന്ത് ഭയപ്പാട്, എന്ത് ആശങ്ക? ഒരു ചുക്കുമില്ല. ജില്ലാ സെക്രട്ടറി തന്നെയാണ് CPM കളത്തിലിറക്കിയത്. അഖിലേന്ത്യാ സെക്രട്ടറി വന്നാലും കുഴപ്പമില്ല. കേരളത്തിലെ ഒട്ടാകെ നോക്കിയാണ് പ്രസിഡന്റ് എത്രമാത്രം വിജയ പ്രതീക്ഷയുണ്ട്? 20 സീറ്റ്. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം കിട്ടും കേരളത്തിൽ. ഞങ്ങൾ 20 ഔട്ട് ഓഫ് 20 ഞങ്ങളുടെ നമ്മളെ ടാർഗറ്റ്. അതവിടെ എത്തുമെന്നാണ് എൻ്റെ പൂർണ്ണ പ്രതീക്ഷ. ഈ തൃശ്ശൂരിൽ കെ മുരളീധരന്റെ വരവ് എത്രത്തോളം മാറ്റം ഉണ്ടാക്കും? ഏറ്റവും ചലനം ഉണ്ടാക്കും. ഞാനും തൃശ്ശൂരിൽ നിന്നാണ് വന്നത്. എന്തോ ഒരു ട്രെൻഡാണ് മാറിയത് അവിടെ. ഒരു രാത്രി കൊണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യം വളരെ വലുതാണ്. അതുകൊണ്ട് ഒരു സംശയമില്ല. അതുപോലെ തന്നെ ഇപ്പുറത്ത് പകരം ഷാഫി വന്നപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് മാറി. ഷാഫിയെ പോലെ ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ഒരു വീപ്പർ ലീഡർ, അവരൊക്കെ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ ട്രെൻഡ് മൊത്തം മാറിയില്ലേ? ഈ ഒറ്റ കാര്യം, ഈ CPM പ്രധാനമായിട്ടും ആയുധമാക്കുന്ന അങ്ങേക്കെതിരെ കുറെ നേതാക്കൾ BJP-യിലേക്ക് പോകുന്നു. അപ്പോൾ കെ സുധാകരൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അടക്കമുള്ളതാണ്. MP ചിരൻ അടക്കമുള്ള CPM-ന്റെ അകത്തുനിന്ന് എത്രയോ ആളുകൾ പോകുന്നില്ലേ? എത്ര ആളുകൾ പോകുന്നുണ്ട്? എന്താ അതിന് ഉത്തരം പറയാത്ത? ഏതായാലും തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ അങ്ങനെ ഒരു പ്രചാരണത്തിന് തുടക്കം തുടങ്ങിയിരിക്കുകയാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.